ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് OPPO A5 2020 എന്നതിനെ ഒരു സ്മാർട്ട് ഫോണിനെ പറ്റിയാണ്. 3GB റാമും 64GB അടങ്ങിയിരിക്കുന്ന ഈ ഫോൺ ഏറെ മികച്ചതും നല്ല ക്വാളിറ്റി നൽകുന്നതുമാണ്. ഇതിൻ്റെ സവിശേഷത എന്തെന്ന് വെച്ചാൽ അൾട്രാ വൈഡ് ക്യാമറ, 5000 mAh ബാറ്ററി, ഡ്യുവൽ സ്പീക്കേഴ്സ് എന്നിവയെല്ലാമാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സിങ് ചെയ്ത് നോക്കാം. അതുമായി കവർ തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിന് മുകളിലായി ഒരു പേപ്പറാണ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്നു. അതിൽ ഒരു സിമ്മിൻ്റെ സിം അഴിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് പിന്നെ നമുക്ക് കൊടുത്തിട്ടുള്ളത് ഫോണാണ്. ഫോണ് OPPO A5 2020 അൾട്രാ വൈഡ് ക്യാമറ, 5000 mAh ബാറ്ററി എന്നെല്ലാം അതിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് അൺബോക്സ് ചെയ്തു തരാം. പിന്നെ ഇതിൽ കൊടുത്തിട്ടുള്ളത് ഒരു OPPO അതിൻ്റെ ലൈസൻസും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതെല്ലാമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഡിസ്ക്ലെയിമറും എല്ലാ സംഭവങ്ങളുമെല്ലാം ഉള്ളത്. പിന്നെ OPPOയുടെ ഒറിജിനൽ ഒരു ചാർജർ അതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒന്ന് എന്ന് വെച്ചാൽ ഇതിൽ ഇയർഫോൺ കൊടുത്തിട്ടില്ല എന്നാണ്. അപ്പോൾ ഫാസ്റ്റ് ചാർജറാണിത്. ഫാസ്റ്റ് ചാർജർ അതുപോലെ തന്നെ വയറും അതിൽ കേബിളും കൊടുത്തിട്ടുണ്ട്. USB പോർട്ടിലായ കേബിൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. വളരെ നല്ല നീളമുള്ള കേബിളാണ്. അപ്പോൾ OPPOയുടെ കൂടെ ഒരു കവറും നൽകിയിട്ടുണ്ട്. അതിൻ്റെ നല്ല ട്രാൻസ്പാരൻ്റ് ഒരു കവറാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് അപ്പോൾ OPPO സ്മാർട്ട് ഫോൺ അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യുമ്പോൾ നമ്മൾ OPPO സ്മാർട്ട് ഫോൺ ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്നുള്ളത് ഇത് ബാക്ക് ക്യാമറ, മൂന്ന് ക്യാമറയുണ്ട് ബാക്കിലെ. അതുപോലെ തന്നെ ബാക്കിലാണ് ഫിംഗർ പ്രിൻ്റ് സംവിധാനം കൊടുത്തിട്ടുള്ളത്. ബാക്ക് ക്യാമറ പിന്നെ 12+8+2+2 എന്നിങ്ങനെയാണ് അതിൻ്റെ ബാക്ക് ക്യാമറ മെഗാ പിക്സൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്യാവുന്നതാണ്. മികച്ച ക്വാളിറ്റി തന്നെ ഈ OPPO A5 ഉണ്ട്. ഇത് OPPO ആൻഡ്രോയിഡ് വേർഷൻ 9 ആണ്, അതായത് ആൻഡ്രോയിഡ് Pie ആണ്. അതുകൊണ്ട് തന്നെ മികച്ച സ്നാപ്ഡ്രാഗൺ 6G65 പ്രോസസ്സറും അടങ്ങിയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. നമുക്ക് കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന ഏറ്റവും നല്ല ഫോണായി നമുക്കിതിനെ മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ നല്ലൊരു എഡ്ജ് മോഡൽ എന്ന് തന്നെ പറയാം. അത് രൂപത്തിലുള്ള ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. നല്ല സ്മൂത്തായി നമുക്ക് ടച്ച് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് നല്ല ആണ് ഇതിലൂടെ നമുക്ക് കിട്ടുന്നത്. നല്ല സ്മൂത്തായി നമുക്ക് ടച്ച് ചെയ്യാനും അത് ഉപയോഗിക്കാനും സാധിക്കുന്നു. അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു പ്രത്യേകത എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു പ്രോസസ്സിങ് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇത് സെറ്റിങ്സിൽ ഇതിൻ്റെ സവിശേഷത അറിയാൻ, അതായത് OPPO മോഡൽ CPH
1931 ആണ്, അതായത് ആൻഡ്രോയിഡ് വേർഷൻ 9. 3GB റാമാണ്. സ്നാപ്ഡ്രാഗൺ 665 ആണ്. അതുകൊണ്ട് തന്നെ ആൻഡ്രോയിഡ് പൈ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മികച്ച പ്രോസസ്സിംഗ് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. ഇത്രയും അടങ്ങിയിട്ടുള്ള ഒപ്പോ സ്മാർട്ട് ഫോൺ നമുക്ക് ഈ കാലത്ത് വാങ്ങുന്നവർ തന്നെ ഏറ്റവും നല്ലതായാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ നല്ലൊരു ക്ലിയർ ക്വാളിറ്റി ഇതിന് നമുക്ക് നൽകുന്നു. അതുപോലത്തെ പോർട്രേറ്റ് ഒരുപാട് സംവിധാനങ്ങൾ അടങ്ങിയുള്ള ക്യാമറ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഒപ്പോ ഏറ്റവും കൂടുതൽ സ്പെസിഫിക് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ഫോൺ തന്നെയാണ് ഇതെന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബ്രൈറ്റ്നസ് വളരെ സ്മൂത്ത് തന്നെയാണ്. കാരണം നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള രീതിയിലാക്കാം. നല്ല കാഴ്ച തന്നെയാണ് ഉപയോഗിക്കുന്നത്.